ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള കോമ്പൻസേഷൻ മാനേജ്മെൻറ്റിലെ വേജ് സിസ്റ്റം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേജ് സിസ്റ്റം അഥവാ കൂലി സമ്പ്രദായം. ദ എംപ്ലോയീസ് ആർ പെയ്ഡ് കോമ്പൻസേഷൻ ബൈ ദർ എംപ്ലോയേഴ്സ് ഫോർ ദെയർ സർവീസസ് ഇൻ ദി ഫോം ഓഫ് മണി വേജസ്. കൂലിയായിട്ട് എന്ത് ചെയ്യാറുണ്ട്? പലപ്പോഴും ഒരു എംപ്ലോയർ ഒരു എംപ്ലോയിക്ക് എന്ത് ചെയ്യാറുണ്ട്? തൻ്റെ ശമ്പളം അല്ലെങ്കിൽ കോമ്പൻസേഷൻ കൊടുക്കാറുണ്ട്. വേജസ് ആർ ഫിക്സഡ് ആസ് പെർ ദി ടൈം സ്പെൻഡ് ബൈ ദി വർക്കർ ഇൻ ദി ഫാക്ടറി ഓർ ആസ് പെർ ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹിം എക്സെട്ര. സോ ഒരു സ്ഥാപനത്തിലെ വേജ് സിസ്റ്റം അഥവാ കൂലി സമ്പ്രദായം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പലപ്പോഴും എംപ്ലോയർ എംപ്ലോയിക്ക് മണി വേജസ് ആയിട്ടുള്ള കൂലി പണം കൂലി ആയിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്? കൊടുക്കാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചില സിസ്റ്റത്തിനെക്കുറിച്ചാണ്, സമ്പ്രദായത്തെക്കുറിച്ചാണ് നമുക്കിവിടെ പറയാനുള്ളത്. വേജസ് പലപ്പോഴും ഫിക്സ് ചെയ്യുന്നത് ഒരു വർക്കർ എത്ര സമയം ഫാക്ടറിയിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ വർക്കിംഗ് പ്രിമിസസിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് വേജസ് ഫിക്സ് ചെയ്യുന്നത് വർക്കർ, ജോലിക്കാരൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, ഫാക്ടറിയിലോ ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ജോലി എടുക്കുന്ന ആ ഒരു സ്ഥലത്തോ എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം വേജ് ഫിക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആസ് പെർ ദി നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹിം, അല്ലെങ്കിൽ എത്ര യൂണിറ്റ് പ്രൊഡക്റ്റ് എന്ത് ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാകാം. അല്ലെങ്കിൽ മറ്റു നിരവധി മാർഗങ്ങളിലൂടെ ആവാം. സോ നിരവധി കൂലിയുമായി ബന്ധപ്പെട്ട, വേജസുമായി ബന്ധപ്പെട്ട സമ്പ്രദായങ്ങൾ, സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. ദെൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വേജ് സിസ്റ്റം. ഒരു കൂലി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ഘടകങ്ങളാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, എബിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ് ടു പേ ദ വേജസ്. മാനേജ്മെൻറ്റിന് എത്രത്തോളം തുക വേജസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേജ് സിസ്റ്റം നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ജോലിക്കാരനെ നിയമിക്കുമ്പോൾ അയാളോട് പറയാണ്, നിങ്ങൾക്ക് ദിവസക്കൂലിയായിട്ട് 500 രൂപ വരെ മാത്രമേ കമ്പനിക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ മാനേജ്മെൻറ്റിൻ്റെ എബിലിറ്റി എത്രയാണ്, കൂലി കൊടുക്കാനുള്ള മാനേജ്മെൻറ്റ് എബിലിറ്റി എത്രയാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, അത് വേജ് സിസ്റ്റത്തിനെ ബാധിക്കുന്നുണ്ട്. രണ്ടാമത്, കോസ്റ്റ് ഓഫ് ലിവിങ് ഓഫ് എംപ്ലോയീസ്. തൊഴിലാളികളുടെ ജീവിത ചെലവ് കുറവാണെങ്കിൽ അവർക്ക് കുറഞ്ഞ ശമ്പളം കൊടുത്താലും പ്രശ്നമില്ല. ജീവിത ചെലവ്, സാധനങ്ങൾ, ഭക്ഷണങ്ങൾ, മരുന്ന്, മറ്റ് സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ, വീട്ടുവാടക അല്ലെങ്കിൽ മറ്റ് ചെലവുകൾ, ഇതിനെല്ലാം കൂടി വരുന്ന ചെലവ് കുറവാണെങ്കിൽ എംപ്ലോയീസിന് കുറഞ്ഞ ശമ്പളം കൊടുത്താലും മതി. പക്ഷേ കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പട്ടണങ്ങൾ, ടൗൺ ഏരിയയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് പലപ്പോഴും കൂടുതലായിരിക്കും. അതുപോലെ മറ്റുള്ള ഫോറിൻ കൺട്രീസിൽ ചിലവ് കൂടുതലായിരിക്കും. അബുദാബി, ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പട്ടണങ്ങളിൽ എന്ത് ചെയ്യും, ചിലവുകൾ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ കൂടുതൽ ശമ്പളം കൊടുക്കണം. കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുന്നതിനനുസരിച്ച് അതിനെ മീറ്റപ്പ് ചെയ്യുന്നതിനുള്ളൊരു ശമ്പളമായിരിക്കണം അവിടെ കൊടുക്കേണ്ടത്. സോ അത് പ്രധാനപ്പെട്ട ഘടകമാണ്, ഫാക്ടേഴ്സാണ് വേജ് സിസ്റ്റത്തെ ബാധിക്കുന്ന. അതുപോലെ വേജ് പെയ്ഡ് ബൈ ദി അതർ ഫേംസ്, മറ്റുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന ശമ്പളം എത്രയാണ്, അതും കൂടി കൺസിഡർ ചെയ്യണം. എംപ്ലോയീസ് ഇതൊക്കെ കമ്പയർ ചെയ്ത് നോക്കും. എംപ്ലോയീസ് എപ്പോഴും ഇൻഫോർമേറ്റീവായ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്ന രീതിയിലുള്ള ആൾക്കാരായിരിക്കും. സോ അവർക്ക് അവരുടെ അതേ ജോലിക്ക് മറ്റു സ്ഥലത്ത് എത്ര രൂപയാണ് ശമ്പളം കൊടുക്കുന്നത് അവർ നോക്കും. സിമിലർ ആയിട്ടുള്ള ജോലികൾക്ക് എത്ര രൂപ ശമ്പളം കൊടുക്കുന്നു എന്ന് അവരെന്ത് ചെയ്യും, നോക്കും. അതാണ് പറയുന്നത്. സോ മറ്റ് സ്ഥാപനങ്ങൾ എത്ര രൂപ വേജസ് ആയിട്ട് കൊടുക്കുന്നു എന്നതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, അത് വേജ് സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ലേബർ പ്രൊഡക്ടിവിറ്റി, ഒരു ലേബറുടെ ഉൽപ്പാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള എംപ്ലോയി ആണെങ്കിൽ അയാൾക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം. പ്രൊഡക്ടിവിറ്റി കുറവാണെങ്കിൽ കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി. അതാണ് പ്രൊഡക്ടിവിറ്റി ഹയർ ആണെങ്കിൽ എംപ്ലോയിക്ക് കൂടുതൽ വേജസ് കൊടുക്കണം. പ്രൊഡക്ടിവിറ്റി കുറവാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, കുറഞ്ഞ ശമ്പളം കൊടുത്താൽ മതി. അടുത്തൊരു ഫാക്ടർ വേജ് സിസ്റ്റത്തെ ബാധിക്കുന്നത് അത് ബാർഗെയിനിങ് പവർ ഓഫ് ട്രേഡ് യൂണിയൻസ് ആണ്. ട്രേഡ് യൂണിയനുകളുടെ ബാർഗെയിൻ പവേഴ്സാണ്. ട്രേഡ് യൂണിയൻ എന്ന് വെച്ചാൽ നമുക്കറിയാം,
പലപ്പോഴും ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും ട്രേഡ് യൂണിയനുകളുണ്ടാവും. AITUC, CITU എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് ട്രേഡ് യൂണിയനുകളുണ്ട്. ഈ ട്രേഡ് യൂണിയനുകളാണ്, അല്ലെങ്കിൽ ലേബർ യൂണിയൻ എന്ന് നമുക്ക് പറയാം, തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിയനുകളാണ് ഇത്. ഇവരെന്ത് ചെയ്യും? മാനേജ്മെൻറ്റുകളുമായി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട്, ബാർഗെയിൻ ചെയ്തുകൊണ്ട് ശമ്പളം കൂട്ടും, അല്ലെങ്കിൽ ബോണസുകൾ കൂട്ടി വാങ്ങും, മറ്റുള്ള പല ഇൻസെൻറ്റീവുകളും കൂട്ടി വാങ്ങും. അതവരുടെ ട്രേഡ് യൂണിയൻ്റെ ബാർഗെയിനിങ് പവർ അനുസരിച്ചിട്ടാണ്. പലപ്പോഴും സമരം ചെയ്തുകൊണ്ടൊക്കെ ശമ്പളം വർദ്ധിപ്പിക്കാറില്ലേ, അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. സോ ബാർഗെയിനിങ് പവർ ഓഫ് ട്രേഡ് യൂണിയൻ. അതുപോലെ ഗവൺമെൻറ് പോളിസി എന്ത് ചെയ്യും? ഇറക്കും. ചില സമയങ്ങളിൽ ചില ജോലി സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് പറയും മിനിമം ഇത്ര രൂപ ശമ്പളം കൊടുക്കണം. നെയ്സസിന് പറയാറുണ്ട്, പലപ്പോഴും നേഴ്സിംഗ് ജോലി ചെയ്യുന്നവർക്ക് മിനിമം ഏറ്റവും ചുരുങ്ങിയത് 20,000 രൂപ ശമ്പളം കൊടുക്കണം എന്ന് പറഞ്ഞു. അതൊരു ഗവൺമെൻറ് പോളിസിയാണ്. അതുപോലെ ജോബ് റിക്വയർമെൻറ്റ്സ്. ഇഫ് എ ജോബ് റിക്വയർ ഹയർ സ്കില്ല്, ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ആൻഡ് റിസ്ക്, ദ വർക്കേഴ്സ് പ്ലേസ്ഡ് ഓൺ ദാറ്റ് ജോബ് വിൽ ഗെറ്റ് ഹയർ ജോബ്. ഒരു ജോലിക്ക് നല്ല ഉയർന്ന സ്കില്ല് വേണം, നല്ല റെസ്പോൺസിബിലിറ്റി വേണം, നല്ല റിസ്ക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടുതൽ എന്ത് ചെയ്യണം? ശമ്പളം കൊടുക്കണം. സോ അതും പ്രധാനപ്പെട്ട ഫാക്ടറാണ് വേജ് സിസ്റ്റത്തെ ബാധിക്കുന്നത്.